അതെങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് പറയാൻ തന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണ്ടേ? എന്താ അത്രയ്ക്ക് പറയാനുള്ളത്? മീരി ഏതായാലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കണ്ട, അത് അപകട. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? വെറുതെ അതും പറഞ്ഞ് എന്റെ പുറകെ നടക്കാനല്ലേ. പിന്നെ നീ വലിയ ലോകസുന്ദരിയല്ലേ, കണ്ടപ്പോ തന്നെ പുറകാടക്കാൻ. നിന്റെ മമ്മി ഓർത്തിട്ട് മാത്രം എല്ലാം ക്ഷമിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ. എന്ത് ചെയ്യും? വേലപ്പനും ഞാനും പോകാൻ തുടങ്ങിയതാ. അപ്പോഴാ മമ്മിയുടെ മോള് വന്നത്. അവര് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്നത്. ഞാൻ സാധാരണ ഒരു പ്രാവശ്യം മാത്രമേ വാണിംഗ് കൊടുക്കാറുള്ളൂ. പിന്നെ നിങ്ങൾ പിള്ളേരാണല്ലോ എന്ന് വിചാരിച്ച് അന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. മകള് വന്നുകൊണ്ട് അവരിവിടെ. പ്ലീസ് എന്നെ കളി പഠിപ്പിക്കരുത്. മകളാണെങ്കിലും മകനാണെങ്കിലും ഇനി താക്കിയതില്ല. കാണാം. എന്താ? എന്തു പറ്റി? എന്തു പറ്റി ഉണ്ണി? ആരാ വിളിച്ചത്? പറയാം, സമയോട്ടെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഉണ്ണി എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന്. ഓ മൈ സ്വീറ്റ് ഡോളി. അയ്യോ, ഈ വേലപ്പന്റെ കാര്യം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അളിയാ, ഞങ്ങൾ സിറ്റിയിൽ ഒന്ന് ചെത്തി ഡോളിയുടെ കാശ് വാരി എറിഞ്ഞ് ഷോപ്പിംഗ് ആൻഡ് ഷോക്കിംഗ്. കൊണ്ടുപോയിക്കോളൂ. ഹലോ. എന്താ ഒരു വല്ലായ്മ പോലെ? അവര് പിന്നെയും വിളിച്ചിരുന്നു. അന്ന് വന്നാലോ? മീരി ഇവിടെ ഉള്ള കാര്യം അവരറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇപ്പൊ എന്റെ പേടി. ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. ഇനി നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നീ ആരെയാ പേടിപ്പിക്കുന്നത്? കാണിച്ചു തരാം. എന്റെ കണക്കൂട്ടിലൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല. വയസ്സുകാലത്ത് വെറുതെ വാശി പിടിക്കണ്ട. ഇനിയും എന്നെ വരുത്തരുത്. നീ എന്ത് പറഞ്ഞാലും നടക്കില്ല. പ്ലീസ് മര്യാദയ്ക്ക് പറഞ്ഞതുപോലെ അനുസരിക്കും. നിങ്ങളല്ലേ അന്ന് മമ്മിയുടെ വീട്ടിൽ വന്നത്? അതെ, മമ്മിയെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണല്ലേ? നിങ്ങളാരാ? നമ്മൾ തമ്മിൽ പരിചയമില്ല. നല്ല രസമുള്ള കാഴ്ചയാ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബോട്ടിംഗ് നടത്തണം. ഞങ്ങൾ ഇടയ്ക്കിടെ ബോട്ടിങ്ങിന് പോവാറുണ്ട്. ഇനിയിപ്പം 4 പേർക്ക് കൂടി പോവാമല്ലോ. ശ്രാങ്കളിയാ, സ്പീഡ് അല്പം കുറയ്ക്ക്. ഇവിടെ മുങ്ങിയ ഒരാഴ്ച കഴിഞ്ഞ് അവിടെ പൊങ്ങൂ. സ്വിമ്മിങ് അറിയാമെങ്കിൽ പേടിക്കണ്ടല്ലോ, ഞങ്ങൾക്കറിയാം. കുറെ നാളായി ഒന്ന് സ്വിം ചെയ്തിട്ട്. ഇത് പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, എനിക്ക് പഠിക്കായിരുന്നു. സ്വിമ്മിങ് നല്ല എക്സസൈസാ. ഓൾറെഡി തടിയൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇതെങ്ങനെ പെട്ടെന്ന് കുറയുന്ന തടിയൊന്നുമല്ല, ഇത് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. നല്ല തമാശ. എങ്ങനെ സഹിക്കുന്നതിനെ? ഇതിനെയാ. അതാണ് കര കര കര. ഇത് പ്ലാസ്റ്റിക് പൂവാണോ? ഇല്ല ഇല്ല. എപ്പോഴെങ്ങനെയാ? ക്ഷമയ്ക്കൊരു നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് ആദ്യം കിട്ടണ എനിക്ക്. അതിലും വിലപിടിപ്പുള്ള ഒരു സമ്മാനം കിട്ടിയാൽ നീ വേണ്ടാന്ന് വെക്കുമോ? എന്ത് സമ്മാനം?
നിർത്തൂ. ഇനി മുങ്ങരുത്, ഇനി മുങ്ങരുത്, ഇനി മുങ്ങാൻ വിടൂല. നമ്മൾ നമ്മളുടെ പ്രശ്നം പിന്നെ പറഞ്ഞു തീർക്കാം. ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട് ഇവരടി. അവസാനം എന്നെ പറ്റിക്കോ? ഇല്ലെന്ന്. എന്നാ പിടിച്ചോ. പിന്നെ പോലീസിനെ കൊണ്ടോ പട്ടാളത്തിനെ കൊണ്ടോ പിടിപ്പിക്കാനല്ല ഞാൻ വന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം, പിന്നെ ഞാൻ ഒരു കാര്യം പിന്നെ ഞാൻ ഇത് കണ്ടോ? എന്ത് വലിയ കഷ്ടം. ഇതെന്താ ഇതെന്താ ഇവിടുത്തെ പ്രശ്നം? ഒരു കാര്യം കാര്യം പറയാൻ വേണ്ടി. അതെ, ഇതെന്താണ്? ശരി, വലിയ കഷ്ടമാണല്ലോ. ആദ്യം ഇടി, പിന്നെ സംസാരിക്കാം. ആ, അങ്ങനെ ആയിക്കോട്ടെ. ഒന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് ആ ഇടി നിർത്തണ്ട. താങ്ക് യു. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, സഹായിക്കാൻ വന്നതാ.